കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരന്തത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ക്യാമ്പുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ വാർത്ത കാണുകയായിരുന്നു. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലെ ഒരു ക്യാമ്പിൻ്റെ ചിത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2:15 വരെ ഇന്നലെ മുതൽ ക്യാമ്പിൽ താമസിക്കുകയാണ് അവർ. അവർക്ക് ഭക്ഷണമില്ല, കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല, മറ്റൊരു സൗകര്യമില്ല. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇന്ന് 3 മണി വരെ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ 3 മണിക്കൂറിൻ്റെ ഭക്ഷണം അതൊരു വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് 2:15 മണി വരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് റിപ്പോർട്ടർ TV അവിടുന്ന് തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ മാത്രം അനുഭവമല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്യാമ്പിൽ, പ്രൊവിഡൻസ് കോളേജിലാണ് ക്യാമ്പ്, അവിടെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിടക്കാൻ പായ പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിലെത്തിയവർക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള പായ പോലും തയ്യാറായിട്ടില്ല. ബ്രഷില്ല, പേസ്റ്റില്ല, സോപ്പില്ല, ഒരു വസ്തു അവർക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന, സത്യം പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണല്ലോ പറയുക. ദുരിതത്തിൻ്റെ ആശ്വാസമില്ല, വേഗം ക്യാമ്പ് മാത്രമാണ്. ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവരുത്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, പാർട്ടി സഖാക്കളോടും സന്നദ്ധ പ്രവർത്തകരായിട്ട് രംഗത്തിറങ്ങണം എന്ന് ഞങ്ങൾ ആദ്യം മുതലേ ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങളുടെ സഖാക്കൾ പല സ്ഥലത്തും ക്യാമ്പുകളിൽ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും മുഖ്യമന്ത്രിയാണ് നടത്തേണ്ടത്. മുഖ്യമന്ത്രിയില്ല, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയില്ല, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയില്ല. ഇവരുടെയും പ്രതിനിധികൾ ആരും ഈ പറയുന്ന ക്യാമ്പുകളിൽ എത്തുന്നുമില്ല. അപ്പോൾ വളരെ വളരെ നിരുത്തരവാദപരമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്.